നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. ഒരു വാർഡ് ഒഴികെ 15 വാർഡുകളിലെ BJP സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ബിഗ് ബോസ് താരം അനീഷിന് കോടന്നൂരിൽ ജന്മനാടിന്റെ ആദരം. വൻ ജനാവലിയാണ് അനീഷിനെ സ്വീകരിക്കാൻ ഒത്തുചേർന്നത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള വിജയികൾക്ക് ആദരം നൽകി. ഇത്തവണ ഉപജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ വിജയിച്ചവർക്കായിരുന്നു ആദരം. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. ഒരു വാർഡ് ഒഴികെ 15 വാർഡുകളിലെ BJP സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അവണിശ്ശേരി പഞ്ചായത്തിലെ 4-ാം വാർഡ് ഒഴികെയുള്ള 15 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 1-ാം വാർഡിൽ പ്രേമൻ കാരയിൽ, 2-ൽ PN സുനിൽകുമാർ, 3-ൽ സിമി പ്രദീപ് എന്നിവർ മത്സരിക്കും. 5-ാം വാർഡിൽ സുധീർ പുഴേക്കടവിൽ, 6-ൽ ദാക്ഷ സുരേഷ്, 7-ൽ സൂര്യ ശോഭി, 8-ൽ MM രാമചന്ദ്രൻ, 9-ൽ സായ രാമചന്ദ്രൻ, 10-ൽ സനൂപ് കറുകയിൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. 11-ൽ പ്രിയ എന്ന് വിളിക്കുന്ന സുഭാഷിണി വിനോദ് കുമാർ, 12-ൽ ശ്രീദേവി സന്തോഷ്, 13-ൽ നീതു ഗിനീശാൽ, 14-ൽ നന്ദു എന്ന് വിളിക്കുന്ന KK നന്ദകിഷോർ, 15-ൽ വിനീഷ് മേടത്ത്, 16-ൽ ബിജിത ഷൺമുഖൻ എന്നിവരും മത്സരിക്കും. ബിഗ് ബോസ് താരം അനീഷിന് കോടന്നൂരിൽ ജന്മനാടിന്റെ ആദരം. വൻ ജനാവലിയാണ് അനീഷിനെ സ്വീകരിക്കാൻ ഒത്തുചേർന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് കോടന്നൂർ സെന്ററിലാണ് അനീഷിന് ജന്മനാട് സ്വീകരണം ഒരുക്കിയത്. 100 കണക്കിന് ആളുകളാണ് പ്രിയ താരത്തെ വരവേൽക്കാൻ ഒത്തുചേർന്നത്. കോമണറായി ബിഗ് ബോസിലെത്തി ജനഹൃദയങ്ങളെ കീഴടക്കി അനീഷ് നേടിയ ഫസ്റ്റ് റണ്ണറപ്പ് വിജയത്തിനുള്ള അംഗീകാരം കൂടിയായി ജന്മനാടിന്റെ സ്വീകരണം. ബിഗ് ബോസിൽ അനീഷ് പറയുന്ന സംഭാഷണ ശകലങ്ങളും അതിൽ തന്നെ വൈറലായ വാക്കുകളും അനീഷ് ആവർത്തിച്ചത് ആൾക്കൂട്ടത്തെ ആവേശഭരിതരാക്കി. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ്, കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്, കേൾക്കുന്നുണ്ടോ? നിറഞ്ഞ കണ്ണുകളോടെ കൈകൾ കൂപ്പി നന്ദി പറഞ്ഞായിരുന്നു അനീഷ് നാട്ടുകാരോട് പ്രതികരിച്ചത്. ഇല്ലാതെയാണ് ഞാൻ പോയത്. പിആറിനെ കുറിച്ച് ഒട്ടും അവെയർ അല്ലാണ്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവിടെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ള ആളുകളുടെ സ്നേഹവും വോട്ടും കൊണ്ട് മാത്രമാണ് ഓരോ ആഴ്ചയും ഞാൻ കടന്നു പോയത്. അതിനുള്ള നന്ദിയും കടപ്പാടും ശിരസ് കുനിച്ചുകൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നിറഞ്ഞ എന്താ പറയാ കൺമിഴികളോടെ കൈകൂപ്പിക്കൊണ്ട് നിങ്ങളോട് നന്ദി പറയുകയാണ്. സ്ത്രീകളും കുട്ടികളടക്കമുള്ളവർ ജന്മനാട് നൽകിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള വിജയികൾക്ക് ആദരം നൽകി. ഇത്തവണ ഉപജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ വിജയിച്ചവർക്കായിരുന്നു ആദരം. സംസ്ഥാന ജൂഡോ മത്സരത്തിൽ 3 ഒന്നാം സ്ഥാനവും കബഡിയിൽ 2ാം സ്ഥാനവും വിദ്യാർത്ഥികൾ നേടിയിരുന്നു. ദേശീയ സംസ്ഥാന മത്സര വിജയിയും ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റിൽ ലോങ് ജംപ് സ്വർണ്ണ മെഡൽ ജേതാവുമായ NK മുരളീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു ദേശീയ മീറ്റിൽ ആദ്യമായിട്ട് ഹരിയാനയിലെ പുരുഷ നടന്നത്. ആ മീറ്റിൽ എനിക്ക് ലോങ് ജമ്പില് വെങ്കല മെഡൽ നേടാൻ സാധിച്ചു. അതൊരു സ്വപ്നമായി. ദേശീയ മീറ്റിൽ മെഡൽ നേടുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു. അത് ഞാൻ നേടി. അതിനുശേഷം നടന്ന 2022, 2023, 2024 വർഷങ്ങളിൽ നിരന്തരമായിട്ട് എനിക്ക് ലോങ് ജമ്പിൽ ദേശീയ മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള ചരിത്രം. അതിനുശേഷം ഇന്ത്യക്കായിട്ട്
സൗത്ത് ഏഷ്യൻ മത്സരങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പങ്കെടുക്കാൻ പറ്റുകയും PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ പ്രീതി വർഗീസ്, പ്രധാന അധ്യാപിക K ജില്ലി ജോസ്, VHSC വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് ബബ്ലി, OSA പ്രസിഡന്റ് ഷംനാസ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകിയ കായിക അധ്യാപകൻ ഹിരണിനെയും ചടങ്ങിൽ ആദരിച്ചു. ബിഗ് ബോസ് ഫസ്റ്റ് റണ്ണറപ്പ് TA അനീഷിന് പാർലത്ത് ആദരം. പാർലം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘമാണ് ആദരം നൽകിയത്. പാർലത്ത് താരത്തിന്റെ വസതിയിലായിരുന്നു ആദരമൊരുക്കിയത്. സംഘം പ്രസിഡന്റ് CO ജേക്കബ് ബിഗ് ബോസ് താരം അനീഷിനെ ഷാൾ അണിയിച്ച് ട്രോഫി സമ്മാനിച്ചു. ബിഗ് ബോസിലെ കപ്പ് നേടിയ അനീഷിന് PSC സഹകരണ സംഘത്തിൻ്റെ പേരിൽ ഞാൻ ആദ്യമായി ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്, അനുമോദിക്കുകയാണ്. നമ്മുടെ ഒരു നാട്ടുമ്പുറക്കാരനായ ഒരു ടൗണിൽ താമസിക്കാതെ വലിയ സൗകര്യങ്ങളൊന്നുമില്ലാതെ ചെറിയ സൗകര്യത്തോടും കൂടി ഇന്ന് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായതിൽ കോടന്നൂരിലെ മുഴുവൻ ആളുകൾക്ക് മാത്രമല്ല കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ലോക രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ന് പ്രശസ്തി നേടിയ അനീഷിന് നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചില മാസ്റ്റർ പീസ് അത് ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ പലരും ബിഗ് ബോസ് കാണുന്നത്. കാരണം അനീഷ് ഉള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് നമ്മൾ കാണാനിടയായി. ബിഗ് ബോസിൻ്റെ ചില നല്ല നയപരമായ തീരുമാനങ്ങൾ, അതിലെടുക്കുന്ന ഒരു സ്റ്റാൻഡ്, ഉറച്ച തീരുമാനം, അത് അഭിമാനകരമായിരുന്നു. ആർക്കും അഭിമാനിക്കാൻ കഴിയുന്ന നല്ല സ്റ്റാൻഡാണ് അതിലെടുത്തത്. ഒരു അർത്ഥത്തിൽ ബിഗ് ബോസ് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഒരു സംശയം വേണ്ട, അനീഷിൻ്റെ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. പഴോര് അപ്പുക്കുട്ടൻ, ബിന്ദു അശോകൻ, M സേതുമാധവൻ, S സുമാദേവി, AA റപ്പായി, CR വേലായുധൻ, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആദ്യമേ തന്നെ ഒരു വലിയൊരു നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ ജനിച്ച നാട്ടിൽ ഈ PSC സൊസൈറ്റിയുമായിട്ട് കുറച്ചധികം നാളായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് എനിക്കുള്ളത്. ഷെയർ ഹോൾഡറാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ PSC സൊസൈറ്റി എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനൊരു അനുമോദന ചടങ്ങ് തരുമ്പോൾ അതിൽ ഒരുപാട് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹവും സന്തോഷവും നന്ദിയും കടപ്പാടൊക്കെ നിങ്ങളോട് എല്ലാവരോടും ഉണ്ട്. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഞാൻ ഈ നാട്ടിൽ ജനിച്ച് എൻ്റെ എല്ലാവിധ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ കണ്ട് വന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോർമലായിട്ട് നന്ദിയുടെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇനിയും ഈ നാട്ടിൽ തന്നെ നടന്ന് നീങ്ങേണ്ടവനാണ്. ആ ഒരു ബോധ്യം എല്ലാ കാലത്തും എൻ്റെ മനസ്സിലുണ്ടായിരിക്കുകയും ചെയ്യും. എന്നിരുന്നാൽ കൂടെ ഒരിക്കൽ കൂടെ നിങ്ങളോടുള്ള ആ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം പറഞ്ഞുകൊണ്ട് നിർത്താണ്. പാലക്കാട് നടന്ന സംസ്ഥാനതല പ്രവൃത്തി പരിചയമേളയിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടി ശിവനാഥ് മുരളി. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ശിവനാഥ് മുരളി. ഒല്ലൂർ പെരുവാംകുളങ്ങര പെരുമ്പാട്ടിൽ വീട്ടിൽ മുരളി ഷീബ ദമ്പതികളുടെ മകനാണ് ശിവനാഥ്. ചേർപ്പ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സംസ്ഥാനതല പ്രവൃത്തി പരിചയമേളയിൽ വുഡ് കാർവിംഗ് വിഭാഗത്തിലാണ് A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയത്. 2024 സംസ്ഥാനതലത്തിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയ ശിവനാഥ് മുരളി 2025 A ഗ്രേഡോടെ 3ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. ശിവനാഥിന്റെ സഹോദരങ്ങളായ വിനീത്, വിജീഷ് എന്നിവരാണ് കുട്ടിക്ക് ആവശ്യമായ പരിശീലനം നൽകിയത്. ഉപജില്ലാ തലത്തിലും കുട്ടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. വിശപ്പും വിവേചനവും എന്ന തലക്കെട്ടിൽ CC മുകുന്ദൻ MLA ജീവചരിത്രം പുസ്തകമാക്കി പുറത്തിറക്കി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് MLA ജീവചരിത്രം പ്രകാശനം ചെയ്തത്. വിദ്യാർത്ഥി കാലം മുതൽ MLA ആകുന്നത് വരെയുള്ള കഠിനമായ ജീവിത കാലഘട്ടങ്ങളാണ് പുസ്തകത്തിലുള്ളത്. വലപ്പാട് സ്വദേശി ലാൽ കച്ചില്ലമാണ് പുസ്തക രചയിതാവ്. പുസ്തകങ്ങളിലെ രേഖാചിത്രങ്ങൾ വരച്ചത് വിശ്വേശ്വര ആർട്സ് ആൻഡ് സയൻസിലെ മുതിർന്ന ആർട്ടിസ്റ്റ് SK അന്തിക്കാട് ആണ്. ചെറുപ്പകാലത്തെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിത കാലഘട്ടത്തിൽ തൃശ്ശൂരിലെയും അന്തിക്കാട്ടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, കർഷക ചെത്ത് തൊഴിലാളികളുടെ ജീവിതം, സമര പോരാട്ടങ്ങൾ എന്നിവയെല്ലാം പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ജീവിതത്തിലുടനീളം വിശപ്പും വിവേചനവും അനുഭവിച്ച
CC മുകുന്ദൻ 2025 നവംബർ 1 നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തിയത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണെന്ന് പുസ്തക പ്രകാശത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പുസ്തകത്തിന്റെ ആമുഖ പ്രസംഗം ഹരിതം ബുക്സ് പ്രസാധകൻ പ്രതാപൻ തായാട്ട് നിർവഹിച്ചു. എഴുത്തുകാരൻ ബഷീർ തിക്കോടി പുസ്തകം പരിചയപ്പെടുത്തി. എഴുത്തുകാരനും കേരളവർമ്മ കോളേജ് മുൻ പ്രൊഫസറുമായ വിജി തമ്പി, CC മുകുന്ദൻ MLA, സോണിയ തമ്പി എന്നിവർ ചേർന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അംഗങ്ങളായ EY സുധീർ, യൂസഫ് സഗീർ, യുവ കലാസഹിതി അസിസ്റ്റന്റ് സെക്രട്ടറി പ്രതീഷ് ചിതറ, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KH ഷാനവാസ്, യുവ സംരംഭകൻ ബിജു പുളിക്കൽ, ജോഷി കോഴിപ്പറമ്പിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള പോലീസ് വിളക്കിൽ തിരുവാതിരക്കളി അരങ്ങേറി. ചേർപ്പ് തുഞ്ചൻ നഗർ തിരുവാതിര സംഘമാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. ശ്രീകൃഷ്ണന്റെ ഒരു ദിവസത്തെ പൂജകളെ വർണ്ണിച്ചുള്ളതായിരുന്നു തിരുവാതിരക്കളി. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു അവതരണം. സ്കൂളിൽ കയറി അധ്യാപകനെ മർദ്ദിച്ച കേസിൽ രക്ഷിതാവ് അറസ്റ്റിൽ. ശ്രീനാരായണപുരം പോഴങ്കാവ് സ്വദേശി ചെന്നറ വീട്ടിൽ ധനേഷാണ് അറസ്റ്റിലായത്. പോഴങ്കാവ് സെയിന്റ് ജോർജ് മിക്സഡ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി തയ്യിൽ വീട്ടിൽ ഭരത് കൃഷ്ണയെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 3:30 സ്കൂൾ ഓഫീസിനുള്ളിൽ വെച്ചാണ് മർദ്ദനമുണ്ടായത്. ധനേഷിന്റെ മകൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സംഭവം നടന്ന തിങ്കളാഴ്ച സ്കൂളിലെത്തിയ മകൻ അധ്യാപകരോട് പറയാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. സ്കൂൾ വിടും മുൻപ് പോയ വിദ്യാർത്ഥിയെ അധ്യാപകൻ ഭരത് കൃഷ്ണ വീട്ടിൽ ചെന്ന് സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇതിന്റെ പ്രകോപനമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വൈകിട്ട് 3:30 സ്കൂളിലെത്തിയ ധനേഷ് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി അധ്യാപകൻ ഭരത് കൃഷ്ണയെ മുഖത്തടിക്കുകയും തള്ളി വീഴ്ത്തുകയുമായിരുന്നു. അധ്യാപകനെ മർദ്ദിച്ച ധനേഷ് കൊലക്കേസ് ഉൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സംഭവത്തിനു ശേഷം പ്രതി സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു. ധനേഷിനെ പിന്നീട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതിലകം SHO PM വിമോദ്, SIമാരായ മുഹമ്മദ് റാഫി, അജയ് മോഹൻ, വിശാഖ്, ഗ്രേഡ് ASI അജിത്ത്, പോലീസുകാരായ സനീഷ്, ഷനിൽ, ഷിജീഷ്, ബിനിൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചൊരു രക്ഷാധികാരിയുണ്ട് പട്ടിക്കാട് ചെമ്പൂത്തറയിൽ. യുവദർശൻ ചെമ്പൂത്തറ ക്ലബിന്റെ അമരക്കാരൻ MC സജിയാണ് കായിക സ്വപ്ന ചിറകിൽ രക്ഷാധികാരിയുടെ ഒപ്പുചാർത്തുന്നത്. 2.5 പതിറ്റാണ്ട് മുൻപ് സജിയും ഏതാനും സുഹൃത്തുക്കളും ചേർന്ന കൂട്ടായ്മയിലൂടെയാണ് യുവദർശൻ ചെമ്പൂത്തറ ക്ലബ്ബ് രൂപമെടുക്കുന്നത്. രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന സിനിമയിലെ ബിജു മേനോന്റെ കഥാപാത്രവുമായി സമാനതകളേറെയാണ് യുവദർശൻ ചെമ്പൂത്തറ ക്ലബിന്റെ സജിക്കുള്ളത്. ചെറിയ ടൂർണമെന്റുകളിലെ പങ്കാളിത്തം പോലും യുവദർശൻ ചെമ്പൂത്തറ ക്ലബിനെ അടയാളപ്പെടുത്തുന്നതായി. പല ടൂർണമെന്റുകളിലും ക്ലബ്ബ് വിജയലക്ഷ്യം കണ്ടു. വർഷങ്ങൾ പിന്നിടുന്നതിനിടെ പലരും പാതി വഴിയിൽ വിട്ടകന്നു. എന്നാൽ ക്ലബിന്റെ വിജയക്കുതിപ്പിന് സജി യഥാർത്ഥ രക്ഷാധികാരിയായി. തൃശൂരിൽ ക്ലബ്ബ് വിജയം നേടാത്ത ടൂർണമെന്റുകൾ പോലും അപൂർവമാണ്. പ്രായവ്യത്യാസമനുസരിച്ച് വിവിധ കാറ്റഗറിയിലുള്ള ടീം അംഗങ്ങൾ തന്നെ ഇപ്പോൾ ക്ലബിലുണ്ട്. നേടിയ വിജയങ്ങൾ നൽകിയ ട്രോഫികൾ സൂക്ഷിക്കാനും ക്ലബിന്റെ പ്രവർത്തനത്തിനുമായി സജി തന്റെ ഒരു മുറിയാണ് വിട്ടു നൽകിയത്. ഉഴിച്ചിൽ വൈദ്യനാണ് സജി. 5 വിഭാഗങ്ങളിലായുള്ള ടീമിനെ കളിക്കിറക്കാനുള്ള ചിലവ് വഹിക്കുന്നതും സജിയാണ്. അന്ന് തുടങ്ങിയ ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിന് സ്റ്റാർട്ടിങ് മുതലുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ മരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ബാക്കി എല്ലാവരും ഇപ്പോഴും ക്ലബിൻ്റെ കൂടെ തന്നെയാണ് വർഷങ്ങളായിട്ട്. നമുക്കൊരു 5 ഇതിലുള്ള ടീമുകളുണ്ട്. വെറ്ററൻസിൻ്റെ ടീമുണ്ട്, പിന്നെ 30 വയസ്സിന് മുകളിലുള്ള ഒരു 40-നും 30-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, പിന്നെ 30-നും 20-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, 20-നും 15-നും ഇടയ്ക്കുള്ള ടീമുണ്ട്,
15-നും 10-നും ഇടയ്ക്കുള്ള ടീമുണ്ട്. ഒരു 5 കാറ്റഗറിയിലുള്ള ടീമുകൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ക്ലബ്ബിലുണ്ട്. എല്ലാ മാച്ചും നമ്മൾ പോകാറുണ്ട്. ഏജിൻ്റെ കളികളും എല്ലാ കളികളും നമ്മൾ ഈ കുട്ടികളെയും വെച്ച് പോകാറുണ്ട്. ഇതിനകം പല തലമുറയിൽപ്പെട്ടവരെ കളിക്കളത്തിലിറക്കാൻ സജിക്കായി. ടീം എന്ന നിലയിൽ കളിക്കാർ നേടുന്ന വിജയമാണ് ഇദ്ദേഹത്തിന് സന്തോഷം പകരുന്നത്. ഒരു അർത്ഥത്തിൽ പട്ടിക്കാട് സ്വദേശികളായ യുവാക്കളുടെ യഥാർത്ഥ രക്ഷാധികാരി തന്നെയാണ് MC സജി. യുവദർശൻ ചെമ്പൂത്തറയ്ക്ക് സ്വന്തമായ ഒരു കെട്ടിടം യാഥാർത്ഥ്യമാക്കാനുള്ള ആഗ്രഹത്തിലാണ് രക്ഷാധികാരി സജി ഇപ്പോൾ. പന്നിയിറച്ചി കച്ചവടത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ എതിർ കച്ചവടക്കാരനെ ഒഴിപ്പിക്കാൻ കൊട്ടേഷൻ. സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയ പ്രതിയായ പന്നി ഇറച്ചി കച്ചവടക്കാരൻ അറസ്റ്റിൽ. അന്തിക്കാട് പടിയം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ ജസ്റ്റിനാണ് അറസ്റ്റിലായത്. 10 വർഷമായി കണ്ടശാംകടവ് മാർക്കറ്റിന് സമീപം പന്നിയിറച്ചി കച്ചവടം നടത്തുന്നയാളാണ് ജസ്റ്റിൻ. ഇയാളുടെ കടയ്ക്ക് സമീപത്തായി കണ്ടശാംകടവ് കരിക്കോടി സ്വദേശി ഹരീഷ് എന്ന ആനന്ദൻ മേനോത്ത് പറമ്പിൽ എന്നയാൾ പന്നിയിറച്ചി കച്ചവടത്തിനായി പുതിയ കട തുറന്നിരുന്നു. ഇതേ തുടർന്ന് ജസ്റ്റിന്റെ കച്ചവടത്തിൽ വരുമാനം കുറഞ്ഞതായി പറയുന്നു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതോടെ ആനന്ദനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ പ്രതി ജസ്റ്റിൻ ക്വട്ടേഷൻ നൽകിയെന്നാണ് പറയുന്നത്. ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ളതും നിരവധി കേസുകളിൽ പ്രതിയുമായ സൂര്യപുത്രി എന്ന സുനിത, നെടുപുഴ സ്വദേശി ജിത്തു എന്നിവർക്കാണ് പണം നൽകി ക്വട്ടേഷൻ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട സംസാരവും വീഡിയോ ദൃശ്യങ്ങളും പലരിലേക്കും എത്തുന്നതായും ആനന്ദിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. ജസ്റ്റിൻ, ജിത്തു, സുനിത എന്നിവർ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗമാണെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് ഇവർക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുക്കുകയായിരുന്നു. സംഭവത്തിൽ ക്വട്ടേഷൻ നൽകിയ പ്രതി ജസ്റ്റിനെ ഇരിങ്ങാലക്കുട DYSP CL ഷാജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് SHO VM കേഴ്സൺ, SI അഫ്സൽ, ഗ്രേഡ് SIമാരായ കൊച്ചുമോൻ ജേക്കബ്, സജീവ്, ഗ്രേഡ് സീനിയർ CPO അജേഷ്, CPO രാമചന്ദ്രൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ശാസ്താംപാട്ട് രംഗത്തേക്ക് 7 വനിതകളുടെ അരങ്ങേറ്റം. അയ്യപ്പ സ്തുതികളും സുബ്രഹ്മണ്യ സ്തുതികളും ഉടുക്കിൽ കൊട്ടിപ്പാടുകയാണ് അരങ്ങേറ്റ ലക്ഷ്യം. അന്തിക്കാട് സ്വദേശിയും വാദ്യ കലാകാരനുമായ ആറ്റുപുറത്ത് അരുൺകുമാറിന്റെ നേതൃത്വത്തിലാണ് ശാസ്താംപാട്ടിൽ പരിശീലനം നൽകിയത്. പ്രതിഫലേച്ഛയില്ലാതെയായിരുന്നു ഇവർക്ക് പരിശീലനം നൽകിയത്. ചേറ്റുപുഴ അഭേദാനന്ദാശ്രമം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം. ക്ഷേത്രത്തിന് സമീപവാസികളായ 64 വയസ്സുവരെയുള്ള സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് അരങ്ങേറ്റം നടത്തിയത്. 3 മാസത്തെ ചിട്ടയായ പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. ദിവസവും ഓരോ മണിക്കൂർ സമയമായിരുന്നു പരിശീലന ക്ലാസ്. അയ്യപ്പ സ്തുതികളും സുബ്രഹ്മണ്യ സ്തുതികളും ഉടുക്കിൽ കൊട്ടിപ്പാടാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. കുമ്മിത്താളത്തിലുള്ള പാട്ടുകളാണ് അരങ്ങേറ്റ വേദിയിൽ കൊട്ടിപ്പാടിയത്. ശോഭന, കാഞ്ചന, ബിന്ദു, മീര, സുധ, വിലാസിനി, ഷീജ, അച്ചു, ആകാശ് എന്നിവരുടെ ശാസ്താംപാട്ട് അരങ്ങേറ്റമാണ് നടന്നത്. സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്തു. അമ്മാടം സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ തോമാ മകൻ ജോയ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,505 രൂപ, പവന് 92,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. ഒരു വാർഡ് ഒഴികെ 15 വാർഡുകളിലെ BJP സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ബിഗ് ബോസ് താരം അനീഷിന് കോടന്നൂരിൽ ജന്മനാടിന്റെ ആദരം. വൻ ജനാവലിയാണ് അനീഷിനെ സ്വീകരിക്കാൻ ഒത്തുചേർന്നത്.
ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള വിജയികൾക്ക് ആദരം നൽകി. ഇത്തവണ ഉപജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ വിജയിച്ചവർക്കായിരുന്നു ആദരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.